ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള കിച്ചൺ ചാനലിലോട്ട് സ്വാഗതം. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ടും ചെയ്യണേ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക തോരനാണ്. ഞാനിവിടെ 250 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക നന്നായി ഉപ്പിട്ട് കഴുകിയ ശേഷം നമുക്ക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. വെണ്ടയ്ക്ക അരിഞ്ഞ ശേഷം കഴുകാൻ പാടുള്ളതല്ല. അതിന് മുന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയ ശേഷം വേണം അരിയാനായിട്ട്. ഈ സമയം നമുക്കിതിലോട്ട് വേണ്ട ചേരുവകൾ ഒരുക്കി വയ്ക്കാവുന്നതാണ്. ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, അതോടൊപ്പം വെളുത്തുള്ളി ചതച്ചതും നമുക്ക് ചേർക്കാവുന്നതാണ്. അതിനൊപ്പം കറിവേപ്പില കഴുകിയതും നമുക്ക് ആഡ് ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ആവശ്യമായിട്ടുള്ള സവാള, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് വരണ്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലോട്ട് നമുക്ക് വീട്ടിൽ ചതച്ചു വെച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. നന്നായി കരിയാത്ത വിധം നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിലോട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെണ്ടയ്ക്ക ചേർത്ത ശേഷം നമുക്കതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടിയുപ്പ് ചേർത്ത ശേഷം നമുക്കതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഉപ്പ് എല്ലായിടത്തും സമമായി ആകുന്നത് പോലെ. ശേഷം നമുക്കതിലോട്ട് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത ശേഷവും നന്നായിട്ട് വെണ്ടയ്ക്ക മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കാവുന്നതാണ്. നമുക്ക് തീ എപ്പോഴും കുറച്ച് വെച്ച് വേണം തോരൻ ഉണ്ടാക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്ന നല്ലൊരു വെണ്ടയ്ക്ക തോരൻ റെഡിയായിട്ട്